പ്രിയ സഹോദരീ സഹോദരന്മാരെ, കർത്താവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ വന്ദനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത ഒരു മഹത്തായ കൽപ്പനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിതാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഇതൊരു അഭ്യർത്ഥനയല്ല, ഒരു ഉപദേശവുമല്ല. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. ഒരു കൽപ്പന. സ്നേഹമെന്നത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനല്ല, മറിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒരടിസ്ഥാന ധർമ്മമാണ് എന്ന് ഈ വാക്കുകൾ നമ്മെ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് യേശുവിനത് കൽപ്പിക്കേണ്ടി വന്നത്? കാരണം യേശു നമുക്ക് നൽകിയ സ്നേഹം ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹമാണ്, സ്വയം പരിത്യജിച്ചുള്ള സ്നേഹം. ലോകം സ്നേഹിക്കുന്നത് തങ്ങൾക്ക് പ്രയോജനമുള്ളവരെയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം നിരുപാധികമാണ്. അത് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നതിലൂടെ നമ്മുടെ സ്നേഹത്തിന്റെ നിലവാരം അവന്റെ ത്യാഗത്തിന്റെ അളവായിരിക്കണം എന്ന് കർത്താവ് നിശ്ചയിച്ചു. ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമതായി, നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. യേശു പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ 13:35. നമ്മുടെ പ്രവൃത്തികളിലെ, വാക്കുകളിലെ, പെരുമാറ്റങ്ങളിലെ സ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയ സുവിശേഷം. രണ്ടാമതായി, ഈ സ്നേഹം വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ്. പരസ്പരം സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം നമ്മോടൊപ്പമായിരിക്കുന്ന സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ ആവശ്യങ്ങൾ കാണുക എന്നതാണ്. അവർക്കുവേണ്ടി ഒരു പുഞ്ചിരി നൽകുന്നത്, ഒരു സഹായഹസ്തം നീട്ടുന്നത്, അവർ വേദനിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നത്, ഇവയെല്ലാം ഈ കൽപ്പനയുടെ പ്രയോഗങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവാം, നമ്മളോട് തെറ്റ് ചെയ്തവരുണ്ടാവാം. അവരോട് ക്ഷമിക്കുകയും അവരെ ഉൾക്കൊള്ളുകയുമാണ് ക്രിസ്തീയ സ്നേഹം. അത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയും സ്വാർത്ഥതകളെയും ക്രൂശിൽ തറയ്ക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ ആഴ്ച നമ്മൾ ഈ തിരുവചനം നെഞ്ചിലേറ്റണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ ഈ സ്നേഹം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ സമൂഹത്തിൽ ഒരു പ്രകാശമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.